പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിനെ ഇപ്പൊ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് വീട് ഇല്ലാത്തവര്, ജോലി ഇല്ലാത്തവര്, ഒരു സ്ഥാപനത്തിൽ ജോലി നഷ്ടപ്പെട്ടിട്ട് ജോലിയില്ലാതെ നിന്ന് വേറെ സ്ഥാനാന്തരത്തിന് വേണ്ടി ജോലിക്ക് ശ്രമിക്കുന്നവര്, വിസ കാലാവധി കഴിഞ്ഞവര്, അത് പുതുക്കി കിട്ടാൻ വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവര്, അവരുടെ കൂടെ കൃപാസനവും അച്ഛനും ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന സമയമാണെന്ന് ഓർത്തിട്ട് അവർ ആരെങ്കിലും ഈ ലോകത്തെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ഇപ്പോൾ ധ്യാനം കൂടുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അവർ മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ടതാണ്. സ്ഥലം വിറ്റുമാറാൻ ആഗ്രഹിക്കുന്നവര്, തൊഴിലുരുപ്പടികൾ വിറ്റുമാറാനോ അതിന് അഭിവൃദ്ധിക്ക് വേണ്ടിയോ പ്രാർത്ഥിക്കുന്നവര്, അതുപോലെ തന്നെ കാർഷിക മേഖലകളെ കടങ്ങളും വിഷമത്തിൽ അനുഭവിക്കുന്നവരെ, കാർഷിക വരുമാനങ്ങളിലെ തകർച്ച സംഭവിക്കുന്നവരെ, മത്സ്യത്തൊഴിലാളികളെ, ആ തൊഴിൽ കൊണ്ട് ഉപജീവനം കഴിക്കുന്നവരെ, ആ മേഖല അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഇപ്പോൾ സമർപ്പിക്കേണ്ടതാണ്. ഒരു പ്രൊമോഷന് വേണ്ടി വർഷങ്ങളായിട്ട് ശ്രമിക്കുന്നു, ട്രാൻസ്ഫറിന് വേണ്ടി വർഷങ്ങളായിട്ട് ശ്രമിക്കുന്നു. ട്രാൻസ്ഫർ കിട്ടാത്ത കാരണം ശമ്പളം കിട്ടുന്നത് കൊണ്ട് ഒന്നും തികയാതിരിക്കുകയും കുടുംബജീവിതം പോലും ഇല്ലാതിരിക്കുകയും ചെയ്ത് വിഷമിക്കുന്നവരുണ്ട്. കുഞ്ഞുങ്ങളുടെ കൂടെ വിദേശത്ത് താമസിക്കുന്നു, പക്ഷേ കുഞ്ഞുങ്ങളുടെ കൂടെ താമസിക്കാൻ പറ്റണില്ല. വർഷങ്ങളായിട്ട് കുടുംബം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒത്തിരി പേരുടെ കണ്ണുനീര് ഇപ്പോൾ പ്രാർത്ഥനയാക്കി കൃപാസനത്തിലെ മാതാവിൻ്റെ ദിവസനെ വെക്കുകയാണ്. തീർച്ചയായിട്ടും 43 ദിവസം അച്ഛൻ ഡേറ്റ് ഇട്ടിട്ടുണ്ട്. ആ വിഷയത്തിന് ദിവസത്തിനുള്ളിൽ കർത്താവ് നിൻ്റെ മേൽ കാരുണ്യം ഉണ്ടാകുകയും കർത്താവ് നിൻ്റെ ഫയൽ ഏറ്റെടുക്കുകയും കർത്താവ് നിന്നെ സന്ധിക്കുകയും ചെയ്യും. ശ്രുതികട്ടെ ശ്രുതികട്ടെ ഹല്ലേലൂയ. കർത്താവിന് വിരുദ്ധമായ സഭയുടെ അധികാരത്തിൽ പുരുഷന്റെ അടയാളത്തിൽ നിന്റെ ജീവിത ദുരിതങ്ങളെ, ജീവിത തടസ്സങ്ങളെ യേശുക്രിസ്തു നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വരേണമേ എന്നിൽ നിറയണമേ, വരേണമേ സൗഖ്യം നൽകണമേ. ദൈവത്തിലെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് IELTS, OET, PSC, അതുപോലെ തന്നെ ഓരോരോ പരീക്ഷ, നൈപുണ്യ പരീക്ഷകൾ, മത്സര പരീക്ഷകൾ എഴുതിക്കഴിഞ്ഞവർ, ഇൻകം ടാക്സിൻ്റെ പരീക്ഷകൾ, ബാങ്ക് ടെസ്റ്റുകൾ എഴുതിക്കഴിഞ്ഞവർ, എഴുതാൻ പോകുന്നവർ, അതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, അതിൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, അവർക്ക് ഉന്നതമായ വിദ്യാഭ്യാസമോ അതിന് യോഗ്യത ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ഇതെല്ലാം ഉടമ്പടിയുടെ വിഷയങ്ങളാണ്. അതെല്ലാം മേലും ദൈവത്തിൻ്റെ ചൈതന്യം ഉണ്ടാകും. അമ്മ മാതാ പ്രത്യക്ഷപ്പെട്ട പുണ്യഭൂമിയിൽ നിന്നുകൊണ്ടാണ് കർത്താവിനെ എഴുന്നള്ളിച്ച് വെച്ച് ആരാധനയുടെ സാന്നിധ്യത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഈ വിഷയത്തെ നിന്നെ വേദനിപ്പിക്കും മക്കളില്ലാത്തവർ, ഉള്ള മക്കൾക്ക് ഓട്ടിസവും അതുപോലെ തന്നെ ഹൈപ്പർ ആക്ടിവിറ്റിയൊക്കെ ഉണ്ട്, മാതാപിതാക്കന്മാർ നരകതുല്യമായ വേദന അനുഭവിക്കുന്നവരെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോയ്ക്ക് ഏൽപ്പിക്കണ കുഞ്ഞുങ്ങളെ. ശ്രുതികട ശ്രുതികട ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സൗഖ്യം നൽകണമേ, കരുണമേ, എന്നിൽ നിറയണമേ.
കടകമ്പോളങ്ങൾ നടത്തുന്നവര്, ഒറ്റയും പാട്ടത്തിനും താമസിക്കുന്നവര്, വാടകക്കാലം കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോകാൻ പറയുന്നവര്, അതിൻ്റെ വേദന അനുഭവിക്കുന്നവര്, അതേസമയം തന്നെ ഇറങ്ങി തരാതെ ഇരിക്കുന്നത് കാരണം അവരെ മറ്റൊരു വിഷമിക്കുന്നവർ, ഇതിനെല്ലാം സൊല്യൂഷൻ വേണം. രണ്ട് കക്ഷികളുമുണ്ട്, അവർക്ക് രണ്ടുപേർക്കും ജീവിക്കണം. അതെല്ലാം ദൈവതിരുസന്നിധിയിൽ സമർപ്പിക്കുന്ന വിഷയങ്ങളാണ്. പല പല രോഗങ്ങളും മാറി മാറി വരികയും മാറാതെ നിൽക്കുന്ന രോഗങ്ങളുണ്ട്. വെള്ളപ്പണ്ട് രോഗങ്ങൾ, സോറിയാസിസ് രോഗങ്ങൾ, അവിടെയെല്ലാം വിശുദ്ധമായ രക്തം കർത്താവ് തളിക്കപ്പെടുന്നതിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 2 തിമോത്തിയോസ് 2:13. 2 തിമോത്തി 2:13 എപ്പോഴും മറന്നു പോകാതിരിക്കേണ്ട വചനമാണ്. ക്യാപിറ്റൽ വേർഡാണ്. എന്താണ് 2 തിമോത്തി പറഞ്ഞേ? 2 തിമോത്തിയോസ് 2:13. എന്താണ് വിഷയം? നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. ഇതൊരു പ്രശ്നമാണ്. ദൈവം അതാതിൻ്റെ കാലത്ത് നിങ്ങളുടെ നിയോഗങ്ങളെ ഏറ്റെടുത്തുകൊണ്ടിരിക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി പത്രം കൊടുക്കണമല്ല, ഇനി എന്താ, ചിലർക്ക് വിശുദ്ധി ജീവിക്കണ പോലും ഭയങ്കരമായിട്ടുള്ള ചലഞ്ചാണ്. അപ്പം അതുകൊണ്ട് അവർ ഉടമ്പടി അവസാനിക്കുമ്പോൾ ഈ ലോകത്താന്മാരാണെങ്കിലേ ലോകമാണ് ദൈവം എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരില്ലേ, ഉദരമാണ് ദൈവം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി മഹത്വം. ഫിലിപ്പി 3:19. ഫിലിപ്പിയർ 3:19. നാശമാണ് അവരുടെ അവസാനം, ഉദരമാണ് അവരുടെ ദൈവം. ലജ്ജാകരമായതിൽ അവർ അഭിമാനം കൊള്ളുന്നു. അപ്പൊ അതായത് ചിലർക്ക് ഉദരമാണ് ദൈവം. അതുകൊണ്ട് എന്താ പറയും, എങ്ങനെ അപ്പോൾ ഉടമ്പടി ഇല്ലെങ്കിൽ പിന്നെ ഉപവസിക്കേണ്ട കാര്യമില്ല ബുധനാഴ്ച. അപ്പോൾ ഉപവാസത്തിന് രക്ഷപ്പെടാൻ വേണ്ടി ഉടമ്പടി അവസാനിപ്പിക്കുന്നവരുണ്ട്. അവർക്കൊരു ആശ്വാസമാണ് ഉടമ്പടി തീരുമ്പോൾ. അതിൻ്റെ കാര്യം അവർ ലോകത്താന്മാരായത് കൊണ്ടാണ്. ലോകത്താന്മാരാന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൻ്റെ ലോകത്താൻ റേഞ്ച് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു കാലമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ആത്മീയത ഉള്ളവർക്ക് മാത്രമേ ഉടമ്പടി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതാണ് വിഷയം. അത് വളരെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ കാര്യം ജനം ഇങ്ങനെ ദൈവം ഇങ്ങനെ ആളെ ബ്രാൻഡ് ചെയ്തിട്ടുണ്ട്. ഭൗതിക മനുഷ്യനും ജഡിക മനുഷ്യനും ലൗകായിക മനുഷ്യനും ആത്മീയ മനുഷ്യനും ഒന്ന്. അപ്പോൾ ഈ ജഡിക മനുഷ്യന് ഉടമ്പടി ഒന്ന് പുതുക്കി തീർന്നാൽ അവിടെ ചുമ സ്റ്റോപ്പ് ചെയ്ത് കളയും. അതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ബാധ്യതകളൊക്കെ ഏറ്റെടുക്കേണ്ട കാര്യമില്ലല്ലോ. ദൈവസ്നേഹം ഇല്ലാതെ വിഷയസ്നേഹം ഉള്ളത് കൊണ്ടാണ് ഉടമ്പടി അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യണത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന ആരാധന. യേശുവേ നന്ദി മഹത്വം മഹത്വം മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 1 കൊരിന്തോസ് 2:14-15. 1 കൊരിന്തോസ് 2:14-15.
ലൗകിക മനുഷ്യന് ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ അവനത് സ്വീകരിക്കുന്നില്ല. ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകയാൽ അവ ഗ്രഹിക്കാനും അവന് സാധിക്കുന്നില്ല. ഈ ഉദരമാണ് ദൈവം എന്ന് പറഞ്ഞ ആശയമില്ല. ഭൗതിക ഉദരമാണ് ദൈവം എന്ന് പറയുമ്പോൾ തീറ്റിപ്പണ്ടാരാന്നല്ല എൻ്റെ അർത്ഥം. ലൗകികമായ കാര്യങ്ങൾക്ക് മാത്രം ദൈവത്തെ അവലംബം വെക്കുന്ന ആൾക്കാരാണ്. വീട്, ജോലി, വിവാഹം, PR, പെൻഷൻ, വേറെ ഒന്നുമില്ല. ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തെ ഉടമ്പടി എടുത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ആത്മീയത ഒരു പ്രശ്നമല്ല. നിങ്ങളുടെ ഉടമ്പടി പല സമയത്ത് സ്ലോ ആകാൻ കാരണം, പിത്ത പിടിക്കാൻ കാരണം എന്താ കാര്യം? ഉടമ്പടിക്ക് ഇങ്ങനെ കൊളസ്ട്രോൾ അടിക്കാൻ കാര്യം എന്താ? ഉടമ്പടി കൊളസ്ട്രോൾ അടിക്കാൻ കാര്യം ഇത് മൊത്തം ദൈവത്തെ സമീപിക്കുന്ന രീതിയുടെ കുഴപ്പമാണ്. ദൈവത്തിന് വേണ്ടി സ്വീകരിക്കുന്നതിന് പകരം ദൈവത്തിൻ്റെ ആനുകൂല്യങ്ങൾ അടിച്ചു മാറ്റാൻ വേണ്ടിയുള്ള തന്ത്രവിദ്യയായിട്ട് ഉടമ്പടിയെ നിങ്ങൾ ന്യൂനീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആധ്യാത്മികമായ വളർച്ചയില്ലാത്തത്. ഉടമ്പടിയിലൂടെ ഈ ലൗകിക മനുഷ്യനാണ് അങ്ങനെ വളർച്ച മുറ്റി പോണത്. റോമ 8:9 എടുത്ത് ശ്രുതിയുടെ ഹല്ലേലൂയ. റോമ 8:9 ദൈവത്തിന്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല ആത്മീയരാണ്. അപ്പൊ ദൈവം രണ്ടായിട്ടാണ് ആൾക്കാരെ തിരിക്കേണ്ടത്. എന്താണ് ജഡികരും ആത്മീയരും? ജഡികരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജഡികമായ കാര്യം നമ്മൾ ജഡികം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൗതികമായ നേട്ടത്തിന് വേണ്ടി മാത്രം വീട്, ജോലി, വിവാഹം, വെള്ളം, അതുപോലെ പ്രൊമോഷൻ, ഇങ്ങനെയുള്ള ജഡിക കാര്യങ്ങൾക്ക് മാത്രമേ വാവിളിക്കത്തുള്ളൂ ദൈവത്തിൻ്റെ സന്നിധിയിൽ. ആഹാരത്തിന് വാവിളിക്കണ പോലെ തന്നെയാണ് അവൻ ദൈവത്തിന് പ്രാർത്ഥിക്കാൻ വാവിളിക്കണത്. എന്തിനു വേണ്ടിയായിരിക്കും? ജഡിക കാര്യത്തിന് വേണ്ടിയായിരിക്കും. അത് കുറേ നാളായി കഴിഞ്ഞാൽ നിങ്ങൾ ബ്രാൻഡഡായി പോവും, ജഡികനായി പോവും. എന്നുവെച്ചാൽ ഇന്ന് വരെ ഇപ്പോൾ ഈ ജെയ്മി പറഞ്ഞെന്താണെന്നറിയാവോ? ഞാൻ പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഇറങ്ങണേ എന്തിനാണെന്നറിയാവോ? ഞാൻ എൻ്റെ മകനെയും കൊണ്ടാണ് ഇറങ്ങണത്. അമ്മയും മകനും കൂടി എല്ലായിടത്തും പ്രേക്ഷിത പ്രവർത്തനത്തിന് പോണത്. ഇവർക്ക് അത്യാവശ്യം ശമ്പളമുള്ള നല്ല ജോലിയുള്ള പാർട്ടിയാണ്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ മകൻ സുഖപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് എന്ത് ചെയ്ത് അവരുടെ മനസ്സിൽ കർത്താവ് ഒരു ആഗ്രഹം കൊടുത്തു. എന്താ ആഗ്രഹം കൊടുത്തു വെച്ചാൽ ഇവർക്ക് ഇപ്പോൾ 12 മണിക്കൂർ ജോലിയാണ്. 12 മണിക്കൂർ ജോലിയാണ്. ബാംഗ്ലൂരാണ് അവർ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 12 മണിക്കൂർ ജോലി കൊണ്ട് ഇവർ വശം കേട്ടിരിക്കുകയാണ്. കാര്യം അവിടെ ആ സീറ്റിൽ ആ വർക്ക് ചെയ്യണ വേറെ ആരും ഇല്ലാത്ത കാരണം കമ്പനി ഇവരെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കണ കാരണം ഇവർക്ക് വർക്ക് കൂടുതലാണ്. വർക്ക് ലോഡാണെങ്കിലും അത് കണ്ട് ഇവരുടെ സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പ്രേക്ഷിത പ്രവർത്തനത്തിന് സമയമില്ല. അതാണ് സംഭവം. വർക്ക് ലോഡാകണമെന്ന് പറയുമ്പോൾ നമ്മളവർക്ക് ഇത്തിരി ലീവ് കിട്ടിയെങ്കിൽ ഉറങ്ങാമായിരുന്നില്ല എന്നൊക്കെ പറയത്തില്ലേ? അങ്ങനെയല്ല ഇവർ പറയണത്. ഇവർ പറയണത് പ്രേക്ഷിത പ്രവർത്തനത്തിന് സമയം കിട്ടണില്ല എന്ന് പറയും. കർത്താവ്, എനിക്ക് പ്രേക്ഷിത പ്രവർത്തനത്തിന് സമയം കിട്ടില്ല. കാര്യം ഇവർ ഇവിടെ വരുമ്പോൾ ഈ ഓട്ടിസം ബാധിച്ച മകനുമായിട്ട് ഇവിടെ വരുമ്പോൾ ഇവർക്ക് ഈ ഉടമ്പടിയെക്കുറിച്ച് അറിയത്തില്ല. പക്ഷെ ഉടമ്പടിയെക്കുറിച്ച് കേട്ടപ്പോൾ അവർ പറഞ്ഞ അവരുടെ ഫസ്റ്റ് റെസ്പോൺസ് ഇത് ഭയങ്കര ലോജിക്കായിരിക്കണമല്ലോ എന്നാണ് പറഞ്ഞത്. എന്താ കാര്യം? പ്രാർത്ഥനയല്ലല്ലോ വിഷയം. ഇവിടെ എന്താണ്? പ്രവർത്തനങ്ങളാണ് വിഷയം. പ്രാർത്ഥനയല്ല ഇവിടെ മോഡായിട്ട് ഉപയോഗിക്കുന്നത്. എന്താണ്? പ്രവർത്തനങ്ങളാണ്. അപ്പോൾ പ്രവർത്തനങ്ങൾക്ക് ഇവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. കാര്യം അത് നമുക്ക് കോൺക്രീറ്റായിട്ട് ദൈവത്തിരുസ്ഥിതി നമ്മളെ എപ്പോഴും പെട്ടെന്ന് നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ദൈവത്തിന് നമ്മളെ ക്യാച്ച് ചെയ്യാൻ പറ്റും. എന്താണ്? നമ്മൾ നമ്മുടെ ജീവിതം തന്നെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മളെ വിശ്വാസത്തെ നീതീകരിക്കുന്ന കാരണം ഭയങ്കര സ്പീഡാണ്. അപ്പോൾ ഇവർ സ്പീഡാണെന്ന് പറയുമ്പോൾ നിങ്ങൾ സ്പീഡായാൽ മാത്രമേ സ്പീഡാകത്തുള്ളൂ. ചില ആൾക്കാർ ഇപ്പം ഇവർ പറയണത് ഇവരുടെ രീതി, ഇവർ പറയണത്
ഞാൻ ആ പത്രം കിട്ടുമ്പോൾ തന്നെ പത്രം അരച്ച് കലക്കി ആദ്യം ഒന്ന് പഠിക്കും. കണ്ടാ നോക്കി, അങ്ങനെയാണ് ആൾക്കാർ ജീവിക്കണത്. പത്രം കിട്ടുമ്പോൾ തന്നെ പത്രം ഞാൻ കുത്തിയിരുന്ന് വായിക്കും. ഇത് ന്യൂ അപ്ഡേഷൻസ് എല്ലാം നോക്കുമെന്ന്. സാക്ഷ്യത്തിൻ്റെ പുതിയ തലങ്ങളില്ലേ, അതെല്ലാം നോക്കും. എന്തിനാ അവരെ നോക്കണത്? ഈ മകനെയും കൊണ്ടുപോയിട്ട് ടൗണിൽ പോകും, അല്ലെങ്കിൽ ഏതെങ്കിലും ബാംഗ്ലൂർ സിറ്റിയിൽ ഇതുപോലെയുള്ള ഗ്രൂപ്പുകളിലേക്ക് പോകും, അല്ലെങ്കിൽ കവലയിൽ പോയിട്ട് ഇവർ ജനങ്ങളോട് സംസാരിക്കും പത്രം വെച്ച്. അത് അവർ കൊണ്ടുപോകുന്ന പത്രം എന്താണ്? ഇംഗ്ലീഷ് പത്രം, കന്നഡ പത്രം. കന്നഡ അവർക്ക് അധികം പിടിയില്ല. പക്ഷേ എനിക്ക് കന്നഡക്കാരെ കിട്ടുമ്പോൾ ഞാൻ അറിയാവുന്ന കന്നഡ ഭാഷയിലും പിന്നെ ഹിന്ദിയിലും ഇംഗ്ലീഷും ഒക്കെ അവരോട് സംസാരിക്കും. അവരുടെ റിസപ്റ്റിവിറ്റി കാണുമ്പോഴേക്കും മനസ്സിലാകും എനിക്ക് ഭാഷ അത്ര നിശ്ചയമില്ലെങ്കിൽ ഞാൻ പറയണ കാര്യം അമ്മ അവർക്ക് തർജ്ജമ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതാണ് അവർ സന്തോഷത്തോടെ കന്നഡക്കാർ ചോദിക്കുകയെ, നിങ്ങൾ ഇത്രയും ശ്രദ്ധിച്ചാണോ സൂക്ഷിച്ചാണോ കേരളത്തിലൊക്കെ ജീവിക്കണതെന്ന്. കാര്യം അങ്ങനെയാണ് അവരുടെ റെസ്പോൺസ്. അതാണ് കന്നഡക്കാർ ഇവരുടെ പ്രവർത്തനം കാണുമ്പോഴേ. അപ്പോഴേ ഇവർ ചോദിക്കും, ഈ മകനെയും കൊണ്ട് പോണ കാര്യം എന്താ ചോദിച്ചാൽ, മകനെ കാണിച്ചിട്ട് ഇവർ സാക്ഷ്യം പറയുകയാണ്. ഈ മകനെ കാണിച്ചിട്ടാണ് ഇവർ സാക്ഷ്യം പറയണത്. അത് പ്രൂഫാണ്. പ്രൂഫായിട്ട് അവർ കൊണ്ടു നടക്കുന്ന അതായത് അവർക്ക് ദൈവം തന്ന അനുഗ്രഹത്തെ ജനങ്ങളുടെ മുമ്പിൽ കാണിച്ച്. ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തോട് നമ്മൾ ആദ്യം വായിട്ടലക്കേണ്ടി വരത്തില്ല. എന്താ കാര്യം? ദൈവം ഇവരെ കാണുന്നുണ്ടല്ലോ, ഇവർ ചെയ്യണ കാര്യങ്ങൾ. അതാണ് വിഷയം. കാര്യം ദൈവം ഇത് കാണുന്നുണ്ടല്ലോ ഇവർ ചെയ്യണ കാര്യങ്ങളെല്ലാം. ഇത്രയും തിഷ്ഠതയാണ് ഇവർ ഈ കാര്യത്തിൽ എടുത്തിരിക്കുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഗുണമെന്ന് പറയുന്നത് നമുക്ക് ഈ പ്രാർത്ഥനയുടെ എണ്ണം കുറക്കാൻ പറ്റും. കുടുംബത്തിലൊരു സന്തോഷം തരണേ അമ്മ മാതാവേ. അമ്മ തിരുക്കുമാരൻ കയ്യിൽ സ്വീകരിച്ചപ്പോൾ അമ്മ എത്രത്തോളം സന്തോഷിച്ച്, അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബത്തിലും സന്തോഷം തരണേ എന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ ഡിസംബർ 14 ഞങ്ങൾക്ക് കമ്പനിയിൽ നിന്ന് ഓഫർ കൺഫർമേഷൻ വന്നു. പക്ഷേ ഓഫർ ലെറ്റർ കിട്ടിയത് ഡിസംബർ 28 പുള്ളിക്കാരൻ ഓഫർ ലെറ്റർ കിട്ടി. പിന്നെയും വലിയൊരു കടമ്പ മെഡിക്കലായിരുന്നു. പുള്ളിക്ക് ഹിയറിംഗ് പ്രോബ്ലം കുറച്ചുള്ളതാണ്. അപ്പോൾ നമുക്കും ഇതുവരെയുള്ള കമ്പനിക്ക് അതൊരു പ്രശ്നമായിരുന്നില്ല. ഒരു കമ്പനിയിൽ വെച്ച് നടന്നൊരു ആക്സിഡൻറ്റിൻ്റെ ഫലമായിട്ടാണ് അത് അങ്ങനെ ഒരു അനുഭവം ഉള്ളത്. അപ്പം മെഡിക്കൽ കഴിഞ്ഞ് കിട്ടണം. പിന്നെ ഞങ്ങളുടെ പ്രാർത്ഥന ഇത്രയും പ്രാർത്ഥിച്ച് അമ്മ സാധിച്ചു തന്നില്ലേ, ഒരു വിശ്വാസമാണ് നമുക്ക്. പറഞ്ഞാൽ അമ്മയുടെ കാൽക്കീഴിലേക്ക് ഞങ്ങൾ വെക്കുകയാണ്. അമ്മ സാധിച്ച് തന്നേ മതിയാകൂ. തീർച്ചയായിട്ടും ഒരു കുഴപ്പമില്ല. 2 മെഡിക്കലുണ്ടായിരുന്നു പുള്ളിക്കാരന്. 2 ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു കുഴപ്പമില്ലാണ്ട് ഈ മെഡിക്കലെല്ലാം ഫിറ്റാക്കി ഞങ്ങൾക്ക് തന്നു. പിന്നെ എൻ്റെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ മൂത്ത മോള് ഇപ്പോൾ CBSEക്ക് ടേം 1 ടേം 2 ബോർഡ് എക്സാമാണ്. അപ്പോൾ ടേം 1ൻ്റെ എക്സാമിൻ്റെ സമയത്ത് വൈറൽ ഫീവർ വന്നു. ഭയങ്കര സിവിയറായിട്ടൊരു ഫീവറായിരുന്നത്. അപ്പോൾ നമുക്കൊരു കോവിഡ് ആണോ എന്നൊരു സംശയം കൂടിയേ ഉണ്ടായിരുന്നു. പക്ഷേ കൊച്ചിന് തീരെ വയ്യ. കൊച്ച് കിടപ്പാണ്. കൊച്ചിനെ എഴുന്നേറ്റിരുന്ന് വായിക്കാനും പറ്റില്ല. ഭയങ്കര ത്രോട്ട് പെയിൻ. അപ്പം എന്നോട് പറഞ്ഞു, അമ്മ വായിച്ചതാ, ഞാൻ കേട്ടുകൊണ്ടിരിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഇയാളുടെ കിടപ്പൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കൊച്ചൊന്ന് സ്കൂളിൽ എത്തിച്ച് തന്നാൽ മതി, എനിക്ക് അവിടെ ഒന്നൊന്ന് ഇരുന്ന് കിട്ടിയാൽ മതി, എനിക്ക് അത്രയും ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പറ്റുന്നുണ്ടായിരുന്നില്ല. പുള്ളിക്കാരി കിടപ്പായിരുന്നു. അങ്ങനെ ഞാൻ ആവി പിടിക്കാൻ പറഞ്ഞു. ആവി പിടിക്കണതിൻ്റെ ഒപ്പം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മയുടെ ഉപ്പിട്ട് ആവി പിടിപ്പിച്ച്. കൂടാതെ അന്ന് രാവിലെ എക്സാമിന് രാവിലെ ഡ്രസ്സൊക്കെ ചെയ്ത് എന്നിട്ട് മാറിക്കടന്നിട്ട് പറഞ്ഞു എനിക്ക് പറ്റണില്ല കേട്ടാന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്ക് പേടിയായി. നമ്മൾ കുഴപ്പമുണ്ടാവില്ല മോനെ, അമ്മയുടെ കാശ് രൂപം കൊന്ത ഇട്ടിട്ടുണ്ട്. കൊന്തയിൽ ഞങ്ങൾ കാശ് രൂപം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നീ അതിൽ പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിക്കോ. ഞാൻ തൈലവും തേച്ച് കൊടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി. പുള്ളിക്കാരി അവിടെ പോയി ഇരുന്ന് അവളെ നന്നായിട്ട് മറ്റെല്ലാ എക്സാമും നല്ല രീതിയിൽ തന്നെ കൊച്ച് എഴുതി പോന്നു. പിന്നെ എൻ്റെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ 2004 PG MCOM പാസ്സായതാണ്. പക്ഷേ അന്ന് പാസ്സായി പോന്നപ്പോൾ എനിക്കൊരു 0.5% കുറവായിരുന്നു BEdന് അഡ്മിഷൻ കിട്ടാൻ MG യൂണിവേഴ്സിറ്റിയിൽ. പക്ഷേ ഞാൻ അത് തൊട്ട് പുറകെ എനിക്ക് MCOMൻ്റെ റിസൾട്ട് വരണേക്ക് മുന്നേ തന്നെ എനിക്കൊരു പ്രൈവറ്റ് കോളേജിൽ ജോലി കിട്ടി ലെക്ചറായിട്ട്. അതിനുശേഷം എനിക്ക് നല്ലൊരു സ്കൂളിൽ ജോലി കിട്ടി. പിന്നീട് ഒരു 15 വർഷക്കാലം ഞാനൊരു കേരളത്തിലെ ഒരു നമ്പർ 1 സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യണേണ്.
പക്ഷേ പുതിയ NEP എഡ്യൂക്കേഷൻ പോളിസി വന്നപ്പോൾ, ഇപ്പം എൻ്റെ 16ാമത്തെ വർഷമാണ് അവിടെ. അപ്പോൾ കഴിഞ്ഞ വർഷം പുതിയ NEP പോളിസി വന്നപ്പോൾ BEd നിർബന്ധമാക്കി അവർ. CBSE സ്കൂളിൽ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ BEd വേണ്ടാന്നാണ്. പക്ഷേ ഇപ്പോൾ അത് നിർബന്ധമാക്കി. ഇപ്പം ഞാനെങ്ങനെ BEd ചെയ്യും? ഇത്രയും വർഷത്തെ എനിക്ക് സീനിയോറിറ്റി ഉണ്ട്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു പറ്റില്ല, റെഗുലറായിട്ട് ചെയ്തേ മതിയാവും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു റെഗുലറായിട്ട് എനിക്ക് എന്തായാലും ജോലി കളയാൻ വയ്യ, കാരണം ഹസ്ബൻഡിന് ഓൾറെഡി ജോലി പോയി, എൻ്റെയും കൂടി വരുമാനം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പിടിച്ചിരിക്കാൻ വയ്യ. പക്ഷേ അന്ന് സിവിയർ കോവിഡിൻ്റെ സമയമാണ്, പുറത്തിറങ്ങാനും കൂടി വയ്യാത്ത. ഞാൻ എവിടെ പോയി ആരോട് ചോദിക്കും? അപ്പം എൻ്റെ അമ്മ പറഞ്ഞു, മോളെ നീ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞു. ഇട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞുള്ളൂ. പക്ഷേ എനിക്കൊരു പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ റെഗുലറായിട്ടാണ് ഞാൻ എക്സാം അവിടെ പോയി എഴുതിയാൽ മതി, അങ്ങനെ എനിക്കൊരു അഡ്മിഷൻ തരപ്പെടുത്തി തന്നു. ഇതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഫസ്റ്റ് ഇയറിൻ്റെ എക്സാം എനിക്ക് അവിടെ പോയി എഴുതേണ്ടി വന്നില്ല, ഫുൾ ഓൺലൈനായിരുന്നു. ഞാൻ വീട്ടിലിരുന്നതിന് എനിക്ക് ഓൺലൈൻ എക്സാം എഴുതാൻ പറ്റി. ഇത്രയും വലിയ അനുഗ്രഹം തന്ന ഇതുപോലെ ഞാൻ എന്നും പ്രാർത്ഥിക്കും, മാതാവേ ജോലിയില്ലാതെ വിഷമിക്കുന്ന, പഠിക്കാൻ ബുദ്ധിമുട്ടുന്ന മക്കളെ, അങ്ങനെ ഒരുപാട് പേര് അമ്മയുടെ സന്നിധാനത്തിൽ വരുന്നുണ്ട്. നമ്മൾ എല്ലാവരുടെയും പ്രാർത്ഥന അമ്മ കേൾക്കണമേ. ഒരൊറ്റ കാര്യമുള്ളൂ, നമ്മൾ വിശ്വാസപൂർവ്വം അമ്മയിലേക്ക് അർപ്പിക്കുക. എനിക്ക് വിശ്വാസിയാണ്, പക്ഷേ എനിക്ക് ഒരുപാട് വിശ്വാസം ഉണ്ടായിരുന്നില്ല. പ്രാർത്ഥന ചൊല്ലും, അത്രേ ഉള്ളൂ, കടമ്പ കഴിക്കണ പോലെ ചൊല്ലും, അത്രേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ജീവിതത്തിൽ. പക്ഷേ ഇന്ന് എനിക്ക് പ്രാർത്ഥന എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി. എന്നും നമുക്ക് പ്രാർത്ഥിക്കാനുള്ളൊരു ശക്തിയാണ്. ഞാൻ ഇവിടെ വന്നേ പിന്നെയാണ് ബൈബിള് വായിക്കാനും പ്രാർത്ഥന കൂടുതൽ കൊന്ത ചൊല്ലാനും ആരാധനയിൽ പങ്കെടുക്കാനും വചനം പറയാനും വായിക്കാനും ഒക്കെ എനിക്ക് സാധിച്ചത്. അതേപോലെ എൻ്റെ മക്കളാണെങ്കിലും ശരി, വചനം എഴുതിയിട്ടിട്ടുണ്ട് അവരുടെ മുറിയിൽ. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഞാൻ പറയും വായിച്ചോ, ജ്ഞാനത്തിൻ്റെ വായിച്ചോ, ഏശയ്യ 45:2-3, ഞാൻ നിനക്ക് മുൻപേ പോയി പിച്ചള വാതിൽ തറക്കി ഇരുമ്പോട ഒടിക്കുകയും ചെയ്യും. ഇതെല്ലാമാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു അനുഭവം തന്നത്. ഇത്രയും നല്ലൊരു അനുഭവം തന്ന ഇനിയും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഉടമ്പടിയിൽ ഞാൻ വെച്ചിട്ടുണ്ട് അമ്മ മാതാവിനെ. പക്ഷെ എനിക്ക് ഉറപ്പാണ് എൻ്റെ അമ്മ എനിക്കിതെല്ലാം സാധിച്ചു തരും. എൻ്റെ മക്കൾക്ക് ഒരുപാട് കാര്യങ്ങൾ എന്നെ സാധിച്ചു കിട്ടാനുണ്ട്. ഞാൻ എൻ്റെ അമ്മയുടെ കൃപാസന മാതാവിൻ്റെ തിരുസന്നിധിയിൽ ഞാൻ എൻ്റെ കുടുംബത്തെയും മക്കളെയും ഇവിടെ വന്ന് പ്രാർത്ഥന അപേക്ഷിക്കുന്ന എല്ലാവരെയും ഞാൻ സമർപ്പിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന അമ്മ തീർച്ചയായിട്ടും കേൾക്കും. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. കൃപാസന മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് റെനി. ഞാൻ പായിപ്പാട് എന്ന സ്ഥലത്ത്, ചങ്ങനാശ്ശേരി എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. 2019 മെയ് 1-ാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത്. എൻ്റെ മകളുടെ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. അതിൻ്റെ ഫലമായിട്ട് മോൾക്ക് 1 വർഷമായിട്ട് ജോലി ഇല്ലാതിരിക്കുകയായിരുന്നു. ഉടമ്പടി എടുത്തതിൻ്റെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ മോൾക്ക് 2 കോളേജിൽ നിന്നും വേക്കൻസി ഉണ്ടെന്നുള്ള അറിയിപ്പ് കിട്ടുകയും 2 സെലക്ട് ആവുകയും അടുത്തുള്ളൊരു കോളേജിൽ, പുഷ്പഗിരി ഫാർമസി കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ജോലി കിട്ടി. അതുപോലെ തന്നെ ഞാൻ നിയോഗത്തിൽ ഒരു ഭവനം ആഗ്രഹിച്ചിരുന്നു, പുതിയൊരു ഭവനം ആഗ്രഹിച്ചു. എന്നാൽ മാതാവ് 20 വർഷമായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നതിൻ്റെ ഫലമായിട്ട് പഴയ വീട് തന്നെ റിനോവേറ്റ് ചെയ്യാനും നല്ലതായിട്ട് പണിതെടുക്കുവാനും സാധിച്ചു. അതുപോലെ ലോക്ക്ഡൗൺ ടൈമിൽ എനിക്ക് ഭയങ്കര ചുമയായിരുന്നു. വെഞ്ചരിച്ച ഉപ്പ് ഉപയോഗിച്ച് ആൻറ്റിബയോട്ടിക് കഴിച്ചിട്ടൊന്നും മാറുന്നില്ലായിരുന്നു. വെഞ്ചരിച്ച ഉപ്പ് ഉപയോഗിച്ച് ഞാൻ ഉപ്പ് എന്നും കഴിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ ചുമ പൂർണ്ണമായി മാറുകയും എനിക്ക് സൗഖ്യം കിട്ടുകയും ചെയ്തു. അതുപോലെ എൻ്റെ മമ്മിക്ക് പുറത്തൊരു പരുവ് പോലെ വന്നായിരുന്നു, ഷുഗർ പേഷ്യൻ്റായിരുന്നു. അത് ഡോക്ടർ പറഞ്ഞു അത് ഓപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ വെഞ്ചരിച്ച തൈലം ഡെയിലി പുരട്ടാൻ തുടങ്ങി. അതോടുകൂടി അത് തന്നെ പൊട്ടി പൂർണ്ണമായി സൗഖ്യം കിട്ടുകയും ചെയ്തു. തിരുക്കുമാരനും കൃപാസന മാതാവിനും കോടാനുകൂടി നന്ദി. എൻ്റെ പേര് ജുവൽ. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ താണശ്ശേരിയിൽ നിന്ന് വരുന്നു. 2 കൊല്ലം മുൻപ് എനിക്ക് നട്ടെല്ലിന് താഴെയായിട്ട് ഫിനോഡിയൽ സിനസ് എന്ന് പറഞ്ഞൊരു അസുഖമാണ്. ഒരു കുരു പോലെ വന്നിട്ട് അത് പൊട്ടി ഒരു ഹോള് പോലെയാകും.
അപ്പോൾ അതിൽ നിന്ന് ചോര ചിലവൊക്കെ വരുമായിരുന്നു. കിടക്കാനൊന്നും പറ്റില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞായിരുന്നേ. ഞാൻ ഉടമ്പടി എടുത്തു, തൈലമൊക്കെ പൂശുമായിരുന്നു. അതിൽ പിന്നെ പൂർണ്ണമായിട്ടൊരു പാട് പോലും ഇല്ലാതെ മാതാവ് മാറ്റി തന്നു. പിന്നെ എൻ്റെ ചേട്ടൻ കസിനാണ്, ആൾക്ക് ഒരു 5 വർഷമായിട്ട് സ്ഥിരമായിട്ടൊരു ജോലി ഇല്ലായിരുന്നു. അനു എന്നാണ് പേര്. അപ്പോൾ റിഗിൽ ഇപ്പോൾ ഒരു നല്ലൊരു പോസ്റ്റ് കിട്ടി. ഞാനത് ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല ഹൈ മാർക്കോടുകൂടി +2